ആക്ച്വലി ധീരത്തിന്റെ ആദ്യത്തെ പേര് ധീരം ആയിരുന്നില്ല, ആരാച്ചാർ എന്നായിരുന്നു. ഓക്കെ, ധീരം തന്നെ ചൂസ് ചെയ്യാനും അതേപോലെ ആ കഥ പറഞ്ഞപ്പോ അത് എങ്ങനെയായിരുന്നു ധീരം? കഥ എന്നോട് പറഞ്ഞിട്ടില്ല, അതാണ് എനിക്ക് അതിന്റെ രഹസ്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ബാക്കി എല്ലാവരോടും പറഞ്ഞു. രാജുവേട്ടന്റെ കൂടെയും ഇന്ദ്രേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ഡിഫറൻസ് എന്താണ്? മാറ്റമുണ്ട്. കല്യാണമൊക്കെ കഴിച്ചു, അങ്ങനെ എന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചു വേറെ കളയല്ലേ? അതെ, ഇവിടെയോ എന്തോ ഒരു തകരാറ്. ആ ബിഗ് ബോസ് ആണ് ഒരു ബ്രേക്ക് ത്രൂ. അതെ അതെ, ഞാൻ അവിടെ നിന്ന് പോകുമ്പോ എല്ലാരും ബ്രേക്ക് ആയി പോകുന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ എനിക്ക് സിനിമകൾ വരുന്നില്ല, നമുക്ക് മുന്നോട്ട് പോകണം, സർവൈവ് ചെയ്യണം. ഇപ്പം പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് സാരില്ലടാ. ഞാൻ ഫസ്റ്റ് ഇന്ദ്രനെ കാണാൻ പോകുന്നതിന് മുമ്പ് എന്നോട് എല്ലാരും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം, ഒരിക്കലും ഇന്ദ്രജിത്ത് ഒരു പോലീസ് സ്റ്റോറി എനിക്ക് ചെയ്യില്ല. എങ്ങനെയാണ് കൂലി സിനിമ വലിയൊരു സിനിമയുടെ ഇതാവുമ്പോ നമുക്ക് ഐ ഡോണ്ട് നോ എങ്ങനെയാ അത് പറയുന്നതെന്ന് അറിയില്ല. ആൾക്കാരെ നെഗറ്റീവ് ആയിട്ട് എടുക്കുമായിരിക്കും, ഐ ഡോണ്ട് നോ. ഇത് വന്നിട്ടില്ല ആസ് മച്ച് ആസ് ഐ എക്സ്പെക്ടഡ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ കോണ്ടന്റ് ആണ് കിങ്. ഇപ്പൊ സിനിമ കണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയുന്ന പോലെ മലയാള സിനിമയാണ് അൺഡൗട്ടഡ്ലി ഐസ് ക്ലോസ് യു കെൻ ഡു മലയാള സിനിമ എന്ന് ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഞാൻ പോകുമ്പോൾ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇന്ദ്രേട്ടൻ ഓൾസോ സെഡ് ദ കൈൻഡ് ഓഫ് റെസ്പെക്ട് ദറ്റ് യു ഗെറ്റ് ആസ് എ മലയാളം ആക്ടർ. നമ്മൾ വേറൊരു ഇൻഡസ്ട്രി പോകുമ്പോൾ അത് മലയാളി ആക്ടറാണ് എന്നാൽ 100% ഷീസ് ടാലന്റഡ്. ഇന്ന് നമ്മുടെ കൂടെ ധീരം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് സാഗർ സൂര്യ, റബ ജോൺ, ജിതിൻ സുരേഷ് ഡയറക്ടർ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. ചോദിക്കാം സാർ, എന്താണ് ധീരം സിനിമ? ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് നമ്മുടെ വർക്കുകളും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആ സിനിമയിൽ. അപ്പോൾ എന്തുകൊണ്ട് ഈ സിനിമ തന്നെ ചൂസ് ചെയ്യാൻ? അതായത് ആക്ച്വലി ഞാൻ ആദ്യം സ്വന്തമായി ഡയറക്റ്റ് ചെയ്യണമെന്ന് വെച്ച സിനിമ മെമ്മറീസ് ഓഫ് ജൂൺ എന്ന് പറയുന്ന സിനിമയുടെ പേര്, അത് നമ്മൾ വർക്കിംഗ് ടൈറ്റിലായിട്ട് ഞാൻ തന്നെ തിരക്കഥ എഴുതിയൊരു സിനിമയാണ്. അപ്പൊ അത് ഒരു ത്രില്ലറാണ്, അതൊരു ത്രില്ലറാണ്, ഇൻസ്പയർഡ് ഫ്രം ആൻ ഇംഗ്ലീഷ് മൂവി ആക്ച്വലി. ബട്ട് ആ സിനിമ ഞാൻ അതിന്റെ ഡയലോഗ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ റൈറ്ററായ ദീപുവിനെ പരിചയപ്പെടുന്നത്. അപ്പൊ അത് ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞ് പുള്ളിയോട് ഇന്ററാക്ട് ചെയ്ത് നമ്മളൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അത് നമ്മളങ്ങനെ സംഭവിച്ചാണ്. നമ്മൾ ആക്ച്വലി നമ്മുടെ സിനിമയുടെ തിരക്കഥയെ പക്ഷെ നമ്മൾ നല്ല സൗഹൃദം ഉണ്ടായി. അങ്ങനെ ആ സമയം ദീപു എനിക്ക് അയാളുടെ കുറെ തിരക്കഥകൾ തന്നിരുന്നു. അതിലൊരു തിരക്കഥയാണ് ധീരം. ആക്ച്വലി ധീരത്തിന്റെ ആദ്യത്തെ പേര് ധീരം ആയിരുന്നില്ല, ആരാച്ചാർ എന്നായിരുന്നു. ഓക്കെ, ആരാച്ചാർ എന്നായിരുന്നു ആദ്യം ഈ തിരക്കഥയുടെ പേര്. അപ്പം ഞാനിത് ഈ പുള്ളിയുടെ സ്ക്രിപ്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാറുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഭയങ്കര ഫ്രീ ആയുള്ള സമയത്ത് എനിക്ക് ഒരു ദിവസം ഫോണിൽ എനിക്കൊരു PDF അയച്ചിട്ടാണ് ഇതൊന്ന് വായിച്ചു നോക്കുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കൊച്ചിയിലെ ഹൈലൈറ്റ് ഹിൻ അങ്ങനെ എന്തോ പറയുന്ന ഹോട്ടലിലാണ് ഞാൻ ഇരുന്ന് ഒറ്റയ്ക്ക് വായിക്കുകയാണ്. വായിച്ച് ഭയങ്കര അവസാനമാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായി. അതിലൊരു സാധനമുണ്ട്, അതിനെ ഭയങ്കര കണക്ട് ചെയ്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല്, ഞാൻ ഇത് വായിച്ചപ്പോ എനിക്ക് ഇമോഷൻസ് കിട്ടിയല്ലോ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഇത് അയച്ചു കൊടുത്തു, ഒരു ഫ്രണ്ടിന്. അത് ഒരു പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തത്. കാരണം അവർക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് നോക്കാൻ. അവരിത് വായിച്ചപ്പം അവർക്ക് എന്നാ തിരിച്ചു വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് ആരെ എഴുതി, എന്ത് ദുഷ്ടന്മാരാണെന്നൊക്കെ അങ്ങനത്തെ ഒരു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു, കാരണം എനിക്ക് മോളെ അവർക്കും കിട്ടുന്നുണ്ടെന്നൊരു സാധനം കിട്ടി. പക്ഷെ ഞാനിത് ഒരിക്കലും അന്നും ചെയ്യണം എന്നുള്ള ഇതിലല്ല, ഇതിന്റെ ഒരു റിവ്യൂ ദീപ് കൊടുക്കാൻ പറഞ്ഞാണ്. കാരണം പുള്ളി വേറൊരു ഡയറക്ടർക്ക് ഇത് കൊടുത്തതാണ് ആക്ച്വലി സബ്ജക്ട്, സത്യസന്ധമായി പറഞ്ഞ. പിന്നെ ഞങ്ങള് ഓൾറെഡി എന്താ പറയാ, ആ പ്രോസസ്സിൽ നമ്മൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയോ ഒരു ദിവസം ദീപൻ ഒഴിച്ചിടോ തനിക്ക് മറ്റേ പടം ഇഷ്ടമായിട്ടില്ലേ, താൻ ചെയ്യുന്നു ചോദിച്ചു. അങ്ങനെ അപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് അതിലെ ഒരു എലമെന്റ്, ഞാൻ പറഞ്ഞില്ല, ആ ഇമോഷണൽ എലമെന്റ് ആണ് എന്നെ ആ സിനിമ ചെയ്യണമെന്ന് പ്രേരിപ്പിച്ച കാര്യം. അത് അപ്പൊ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യം ചിലപ്പോൾ നമ്മളിലേക്ക് വരുവാന്നൊക്കെ പറയില്ലേ, അങ്ങനെ വന്ന സിനിമയാണ് ആ ധീരം. അത് ഇന്ദ്രേട്ടനിലോട്ട് എങ്ങനെയാണ്? അല്ല, ഇന്ദ്രത്തിനോട് നമ്മൾ ആക്ച്വലി ഓൾറെഡി നമ്മുടെ സിനിമ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ, ഇപ്പം ഞാനായാലും റൈറ്ററായാലും നമ്മൾ ഓൾറെഡി ഒരു പോലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പോലീസ് കുറച്ച് ഇൻഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് ചെയ്യാൻ കുറച്ച് മാനറിസവും
അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമുക്കൊരു മിസ്റ്ററി നടന്ന നോട്ടങ്ങളും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള ഒരാൾ വേണമെന്ന് പറയുമ്പോൾ ഓൾറെഡി എന്റെ മൈൻഡിൽ വന്നത് ഇന്ദ്രജിത്താണ്. ഇപ്പൊ നമ്മൾ വലിയ ഭയങ്കര അങ്ങനെ ഓപ്ഷൻസ് അങ്ങനെ ഉണ്ടായത് സത്യസന്ധമായി പറഞ്ഞാല്. അപ്പം അല്ല ഇപ്പം കറന്റ്ലി ഉള്ള ആളുകളിൽ ആരാന്ന് നോക്കുമ്പോ ഏറ്റവും ആപ്റ്റായിട്ട് ഇന്ദ്രേട്ടനെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇന്ദ്രജിത്ത് എന്നുള്ള ആക്ടറിലേക്ക് പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ ക്രൈം ത്രില്ലർ സിനിമകളിൽ ഇത്രയും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വന്നിട്ടിരിക്കുന്ന ഒരു സിനിമ ഇപ്പോഴത്തെ വേറെ ഏതോ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പെട്ടെന്ന് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ബിക്കോസ് മോർ ദൻ സന്തോഷം, ഇറ്റ് വാസ് ലൈക്ക് ആൾക്കാർ ഇപ്പോഴും യുനോ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കും എന്താണ് മലയാള സിനിമയൊന്നും ചെയ്യാത്തത്. പക്ഷെ ആക്ച്വലി യുനോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊന്നും അല്ല. കുറെ ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട്, റവ ഇങ്ങനെ ബാക്കി ഇൻഡസ്ട്രീസിലൊക്കെ പോയിട്ട് മലയാളം ഒന്നും ഇപ്പൊ ചെയ്യാൻ ഇല്ല. എനിക്ക് ശരിക്കും ആരും അങ്ങനെ വിളിക്കാറില്ല, സത്യം പറഞ്ഞ വിളി കിട്ടുന്നില്ല. ആൻഡ് കിട്ടുന്ന സിനിമ അത്ര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ജിത്തിൻ ഇങ്ങനെ നല്ലൊരു ക്രൂഷ്യൽ റോളിന് ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ റബ ഇങ്ങനെ മനസ്സിലുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്. എനിക്കൊരു സന്തോഷമായിരുന്നു ദാറ്റ് പീപ്പിൾ സ്റ്റിൽ റിമെമ്പർ മീ എന്നുള്ളൊരു കാര്യമായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ്, ജിത്തിന്റെ ഒരു നറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താണ് പറയാ, വെരി ഒരുപാട് ആൾക്കാർക്ക് ആ ക്ലാരിറ്റി ഇല്ല. നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ കുറെ പേര് ഒരു രീതിയിൽ ചെയ്യും, പക്ഷെ അത് എടുത്തു വരുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ആണ്. പക്ഷെ ജിത്തിനിൽ എന്താന്ന് വെച്ചാൽ പറഞ്ഞ അതേ രീതിയിൽ ഇറ്റ് വാസ് സോ ഗ്രിപ്പിംഗ്. എനിക്ക് സ്റ്റോറി ഒരുപാട് അങ്ങനെയാണ്. ഇൻഫാക്ട് ദാറ്റ് ടു ജിത്തിൻ ഇസ് എ ഡെബ്യൂട്ടന്റ്. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉള്ളത് ഡെബ്യൂ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രീവിയസ്. അതെ, ഡെഫിനറ്റ്ലി. സോ അങ്ങനെ നമ്മളെല്ലാവരും സ്വാഭാവികമായി വിചാരിക്കുന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ വിത്ത് ജിത്തിൻ the way he narrated ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പറയുന്ന ദ സീൻസ് ആൻഡ് ദ കൺവിക്ഷൻ, ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ആയാലും. സോ അതാണ് നമ്പർ 1 റീസൺ. സെക്കൻഡ് ക്യാരക്ടർ ആണ്. ഒബ്വിയസ്ലി ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് എന്താ പറയാ ജേർണലിസ്റ്റ് ആണ് പ്ലേ ചെയ്യുന്നത്. ശ്രദ്ധ എന്നാണ് പേര്. സോ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. സാഗസൂര്യ ഇപ്പോ പണിക്ക് ശേഷം വരുന്ന സിനിമയാണ് ധീരം. അപ്പൊ ഇപ്പൊ ഒരുപാട് സിനിമകൾ പണിക്ക് ശേഷം അങ്ങനെ സിനിമകളൊന്നും റിലീസ് ആയിട്ടില്ല. അപ്പൊ ധീരം തന്നെ ചൂസ് ചെയ്യാനും അതേപോലെ ആ കഥ പറഞ്ഞപ്പോ അതെങ്ങനെയായിരുന്നു ധീരം? കഥ എന്നോട് പറഞ്ഞിട്ടില്ല, മനസ്സിലായിട്ട് ബാക്കി എല്ലാവരും ആ സത്യങ്ങള് ഞാൻ ഇപ്പഴാ ഇന്റർവ്യൂ ബാക്കി എല്ലാവർക്കും പറഞ്ഞു. പ്രൊജക്ട് നമുക്ക് ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. നമുക്ക് അതിൽ വർക്ക് ചെയ്യണം നഗരം. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിന്റെ ജിതിൻ വർക്ക് ചെയ്തൊരു ടീച്ചർ കാണിച്ചിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഷോട്ടുകളും കാണുമ്പോൾ രസമുണ്ട്. മൊത്തത്തിലൊരു ഈ പടം നന്നാവും നമ്മുടെ മനസ്സോട് തന്നെ തോന്നില്ലേ. പിന്നെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മണികണ്ഠൻ ചേട്ടന്റെ നാട്ടിലുള്ള അപ്പൊ ഞാൻ മണികണ്ഠൻ ചേട്ടൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ ഈ പ്രൊജക്റ്റില് ഇന്നായിരിക്കുന്നവരൊക്കെ അത്യാവശ്യം പുളിയാണ്. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തത്. രാജുവേട്ടന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ ഇന്ദ്രേട്ടന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ ഫാമിലി ആയിട്ട് മൊത്തം ഏകദേശം അമ്മയുടെ കൂടെ ഇപ്പൊ പ്രകമ്പനം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം രാജുവേട്ടന്റെ കൂടെയും ഇന്ദ്രേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ഡിഫറൻസ് എന്താ? നല്ല മാറ്റമുണ്ട്. അല്ല, രാജുവേട്ടൻ ഭയങ്കര ഞാൻ കുരുതി സെറ്റിൽ ഒരു 22-24 ദിവസം രാജുവേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആള് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങള് മാത്രമേ സംസാരിക്കില്ല, വേറെ അങ്ങനെ ഭയങ്കരമായിട്ട് കമ്പനിയോടിക്കില്ല. പക്ഷെ ഇന്ദ്രേട്ടന് ഞാനിത് വർഷങ്ങളൊക്കെ പരിചയമുള്ള പോലെയാണ് സംസാരിക്കുന്ന, ഹ്യൂമറൊക്കെ പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പൊ അധികം രാജുവേട്ടന് ഒറ്റ സിനിമ ആയതുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ ഇന്ദ്രേട്ടൻ രാജുവേട്ടനും ഭയങ്കര മാറ്റമുണ്ട്. ഞാൻ ഇടപഴകിയില് ഭയങ്കര പുളിയാണ് ഇന്ദ്രേട്ടൻ. ഇല്ല ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊളിച്ചേനെ. നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നമ്മളാണ് ഇപ്പൊ ധീരം സിനിമ UK ആൻഡ് യൂറോപ്പ് അവിടെയൊക്കെ നമ്മളാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ വെരി ഗുഡ്. അപ്പൊ അവിടെയുള്ള ഓഡിയൻസിനോട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ സിനിമ അവിടെയുള്ള ആൾക്കാരെ എങ്ങനെയായിരിക്കും അവരെ ഇമ്പാക്ട് ചെയ്യുന്നത്? അങ്ങനെയല്ല, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു ഭയങ്കര ലാർജ് സ്കെയിൽ സിനിമയൊന്നല്ല. ഇപ്പൊ UK നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ലോകേഷിന്റെയോ അല്ല അങ്ങനെയുള്ള വരുന്ന ഒരു ഭയങ്കര വലിയ. പക്ഷെ നമ്മുടെ സിനിമ തീർച്ചയായും അവരിപ്പോ ഒരു 2.5 മണിക്കൂർ, നമ്മുടെ സിനിമ ഒരു 2.5 മണിക്കൂറുള്ള സിനിമയാണ്, 2:20. അപ്പം ആ 2:20 മിനിറ്റ് അവരെ ഉറപ്പായിട്ടും എൻഗേജ് ചെയ്ത് നിർത്തിപ്പിക്കും എന്നുള്ളൊരു അഷ്വറൻസ് എനിക്ക് തരാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉറപ്പായിട്ടും ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ത്രില്ലേഴ്സ്
ഇപ്പം ക്രൈം ആയാലും എന്ത് ത്രില്ലേഴ്സ്, നമ്മളെ അടുത്തത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഈ സിനിമക്ക് ഉടനീളം സമ്മാനിക്കാൻ പറ്റുമെന്ന് ഒരു ഡയറക്ടർ എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. സോ അവരുടെ ആ ഒരു സമയം അവർ പോയി കണ്ടാൽ അവർക്ക് എന്തായാലും ഒരു എലമെന്റ് ഉണ്ടാവും. പിന്നെ എന്താ പറയാ, നമ്മുടെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നു വന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സിനിമ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിനിമയായി ബന്ധപ്പെടുന്ന പോലത്തെ ഒരു എലമെന്റ് കൊച്ചിയിൽ സംഭവിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം എക്സാക്ട്ലി, അപ്പൊ നമ്മൾ ഈ കഥ എഴുതിയത് എനിക്ക് തോന്നി പുള്ളി എഴുതിയ 4 വർഷം മുമ്പ് എഴുതിയ കഥയാണ്. ഞാനിത് ആക്സെപ്റ്റ് ചെയ്ത് 2 വർഷമായി. അപ്പം നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഓ മൈ ഗോഡ് ഇങ്ങനെയാണോ എന്നുള്ള സംഭവം എക്സാക്ട്ലി അങ്ങനെ തോന്നി. അപ്പം അതാ പറഞ്ഞത്, ഈ സമൂഹത്തിൽ നടന്ന അല്ലെങ്കിൽ പല ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആണ് ഈ ധീരം. ഇപ്പൊ ഇന്ദ്രേട്ടൻ എനിക്ക് തോന്നുന്നു ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ പെട്ടെന്ന് ഇപ്പോ എനിക്ക് ഒരു കാലഘട്ടം ഏതൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പോലീസ് കഥാപാത്രം ചെയ്യൂല. ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര കൺവിൻസ് ഇസ് നോട്ട് ഈസി. കാരണം ഒന്നാമത് ഇന്ദ്രേട്ടന്റെ ഉള്ളിൽ ഒരു ഫിലിം മേക്കറും കൂടി ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഹീസ് നോട്ട് ജസ്റ്റ് എൻ ആർട്ടിസ്റ്റ്, അയാളുടെ ഉള്ളിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ട്. അപ്പോ മേ ബി അതും ഒരു റീസൺ ആണ് ഇത് എടുക്കാനും കേട്ടോ. അതും ഞാൻ അങ്ങനെയും പറയാം. ഹീസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ. മേ ബി ഒരു ആക്ടർ പെർസ്പെക്റ്റീവ് മാത്രമായിരുന്നില്ല പുള്ളി. ഈ സിനിമ അയാള് ഇതൊരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവും അയാൾ ചിന്തിക്കുമ്പം ഓക്കെ ടോട്ടാലിറ്റി ഓഫ് ദ സിനിമ ഇതാണെന്ന് മനസ്സിലാക്കാനുള്ള അതാണല്ലോ നമ്മളൊരു ജഡ്ജ്മെന്റ് ചെയ്യുക. അപ്പം ഞാൻ ഫസ്റ്റ് ഇന്ദ്രേട്ടനെ കാണാൻ പോയത് മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന് പറയുന്ന സെറ്റിലാണ്, ശംഖുമുഖം കടപ്പുറത്ത്, അല്ല അവിടുത്തെ ആ പാർക്കിങ്ങില്. ഞാൻ അവിടെ പോയി. അപ്പം മഴയുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഴയുണ്ട്. ഞാൻ ഫസ്റ്റ് ഇന്ദ്രേട്ടനെ കാണാൻ പോകുന്നതിന് മുമ്പ് എന്നോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം, ഒരിക്കലും ഇന്ദ്രജിത്ത് ഒരു പോലീസ് സ്റ്റോറി എനിക്ക് ചെയ്യില്ല. ബിക്കോസ് അയാൾ ഒരുപാട് ആളെ റിജക്ട് അയാൾ ചെയ്തു, പക്ഷെ റിജക്ട് ചെയ്തു. പുള്ളിയുടെ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളുടെ സിനിമ പോലും പുള്ളി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്നോട്, ഞാൻ ഒരു ഫ്രഷറാണ്, ഒരു സിനിമാ പാരമ്പര്യം എനിക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എന്തിനാ നിങ്ങൾ സമയം കളയുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഐ ഓൾവേസ് ബിലീവ് ഞാൻ അല്ല, എനിക്ക് പുള്ളി നേരിട്ട് എന്നോട് പറയട്ടെ, അപ്പൊ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യേണ്ടെന്തിനാന്നുള്ള രീതിയിലാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടുത്തെ അതിന്റെ റൈറ്റർ എന്നോട് ചോദിച്ചു എന്താ പത, ഞാൻ പറഞ്ഞ ഇങ്ങനെ നടക്കൂല. അപ്പൊ ഞാൻ നേരെ ഇങ്ങനെ നോക്കുമ്പോ അവിടെ മറ്റേ എനിക്കിത് പറഞ്ഞേ പറ്റും, അവിടെ മറ്റേ ട്രിവാൻഡ്രം പോയ ആൾക്കാർക്ക് അറിയാം, ശംഖുമുഖം പാർക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് വലിയൊരു ദുർഗേന്റെ പ്രതിമയുണ്ട്, ഒരു ദേവിയുടെ ഒരു ഭയങ്കര ഒരു വലിയ ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ദേവി ഭക്തനാണ്. ഞാൻ ഇങ്ങനെ ദേവി നോക്കിട്ട് പറഞ്ഞു നന്നാക്കണേ, ആ ഒരു ഇതാണ്. അപ്പൊ പുള്ളി ജസ്റ്റ് വന്ന് കയറി ഉള്ളിലേക്ക് കയറി ഉടനെ എന്നോട് ഞാൻ ജസ്റ്റ് ക്യാരവലിൽ കയറിപ്പിച്ചു, ഇതിന് എന്താ പരിപാടി, ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ, പോലീസാണോ, നടക്കി വെച്ചതിനെ. ഒരുപാട് പോലീസ് വേഷങ്ങൾ ഞാൻ ചെയ്തു. ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞാൽ നടക്കില്ല, അത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വാ. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ പറഞ്ഞാല് അപ്പൊ വേണമെങ്കിൽ എനിക്ക് തിരിച്ചു പോവാ. തിരിച്ചു പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇല്ല ചേട്ടാ, ചേട്ടൻ ഇതൊന്ന് ഓക്കെ, ചേട്ടൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചേട്ടൻ ഇതൊന്ന് കേട്ട് നോക്ക്, ചേട്ടൻ കൺവിൻസ് ആയില്ലെങ്കിൽ ചേട്ടൻ വിട്ടോ. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാനത് കുറച്ച് നല്ല എന്റെ ഇമോഷൻസ് വെച്ചിട്ട് ഞാൻ സംസാരിച്ചത് ഇതേപോലെ തന്നെ. ഇല്ലെങ്കിൽ ചേട്ടൻ നാളെ ചിലപ്പോൾ ഈ സിനിമ ചേട്ടൻ ചിലപ്പോൾ അഥവാ അയ്യോ അങ്ങനെ ചേട്ടൻ തോന്നാം, പറഞ്ഞിട്ടില്ല എനിക്കും തോന്നാനൊക്കെ പറഞ്ഞു. പുള്ളി ശരി ഒരു 20 മിനിറ്റിൽ കഥ പറയാം. പക്ഷെ ഞാൻ ആക്ച്വലി 1.5 മണിക്കൂറത്തിലാണ് കഥ പറഞ്ഞത്. 20 മിനിറ്റിലല്ല, 20 മിനിറ്റിലാണ് ഞാൻ കഥ പറയാൻ ചോദിച്ചത്. പക്ഷെ ആക്ച്വലി 1.5 മണിക്കൂർ എടുത്ത് കഥ പറയാം. കാരണം എന്റെ ദൈവം എന്നെ സഹായിച്ച് പുറത്ത് നല്ല മഴയായിരുന്നു, ഷൂട്ട് നടന്നില്ല. കാരണം ഇല്ലെങ്കിൽ പുള്ളിക്ക് പോണം. അപ്പം പുള്ളി ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഇത് കൊള്ളാം, അത് ഫസ്റ്റ് ഹാഫിന് ഇന്റർവൽ പഞ്ച് പുള്ളി പറഞ്ഞപ്പോ ഇത് കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പുറത്ത് വിളിച്ചപ്പോ നോക്കുമ്പോ മഴ, ശരി ക്യാരി ആണ്. ഞാനന്ന് ഫുൾ കഥ കേട്ടു, അല്ല കഥ പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പുള്ളിയോട് പറഞ്ഞു ഞാനൊന്ന് ഷോട്ട് എടുത്തിട്ട് വരാം, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇച്ചിരി ആശ്വാസം, കാരണം പുള്ളി ഒരു ജെന്റിൽമാനാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് എസ് ആണെങ്കിൽ ഓൺ ദ സ്പോട്ടാണ്, പുള്ളി വെറുതെ ഒരാളെ വെളുപ്പിക്കൂല. അപ്പൊ അതുകൊണ്ട് അപ്പൊ എനിക്കൊരു ഞാൻ അമ്മേനോട് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്, പുള്ളി വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുള്ളി പോയി തിരിച്ച് വീണ്ടും നടന്നില്ല, ആ ഷൂട്ട് നടന്നില്ല, പോയി മഴയെ തിരിച്ചു വന്ന് പുള്ളി ഓക്കെ ഇത് നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. പിന്നെ പുള്ളി ഒരുപാട് ഭയങ്കര ഞാൻ പറഞ്ഞില്ല ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ എനിക്ക് ഉത്തരങ്ങളുള്ളതുകൊണ്ട് കൂലിക്ക് ശേഷം
വരുന്ന ഇപ്പൊ എങ്ങനെയാണ് കൂലി സിനിമ ഓ മൈ ഗോഡ്. ബ്രഹ്മാണ്ഡ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്നു? കൂലി ആക്ച്വലി കൂലി ചെയ്തതിന്റെ മുമ്പ് എനിക്ക് ഒരു ഒബ്വിയസ്ലി എവറി ആക്ടറിന്റെ ഡ്രീമാണ്, ബക്കറ്റ് ലിസ്റ്റ് ആണ് തലൈവരുടെ കൂടെ ഒരു പ്രാവശ്യം എങ്ങനെയെങ്കിലും എപ്പോഴും ഒന്ന് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സിനിമ കൂടി ആവുമ്പോൾ കറക്റ്റ്. പക്ഷെ എനിക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു പ്രാവശ്യം ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്. പക്ഷെ എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല ഡ്യൂ ടു സം റീസൺസ്. പിന്നെ എനിക്ക് രണ്ടാമത് ഈ രീതിയിൽ ഇങ്ങനെ ഈ കൂലിയുടെ കോള് വന്നപ്പോ ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് ആലോചിച്ചില്ല. ഞാൻ ലോകേഷ് കനകരാജ് മൂവിയാണ്, രജനി സാറുടെ ഫിലിമാണ്, ഇനി രജനി സാറിന്റെ കൂടെ എപ്പോ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് ഞാൻ ലോകേഷ് സാറിനെ കാണാൻ പോകുന്നത്. ലോകേഷ് സാർ ഇങ്ങനെ സംസാരിച്ചപ്പോഴും ചില ഡയറക്ടേഴ്സ് സ്റ്റോറി പറയില്ലല്ലോ, ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റോറി പറയില്ല. ഇല്ല, ഒരുപാട് ബിഗ് എന്താ പറയാ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഡയറക്ടേഴ്സ് അങ്ങനെ ഇരുന്ന് നെറേറ്റ് ചെയ്യുന്ന കുറവാണ് ടു എവ്രിബഡി. ചില ആക്ടേഴ്സിന്റെ കൂടെ ഉള്ളൂ അവര് ചെയ്യാറ്. സോ ഞാനിങ്ങനെ ചോദിച്ചപ്പോ ഒരു ബ്രീഫായിട്ട് സ്റ്റോറി പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഇതാണ് ക്രൂഷ്യൽ ആണ്, ഇത് വൺ ഓഫ് ദ സിസ്റ്റേഴ്സ്, സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് യു ഓൾ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ബിയോണ്ട് എവറിത്തിങ് മൈ ഡ്രീം വാസ് ഐ വോണ്ട് ഷെയർ സ്ക്രീൻ സ്പേസ് വിത്ത് രജനി സർ. അങ്ങനെ യെസ് പറഞ്ഞ് not only with Rajini sir, she has had with Vijay അല്ല അമീർ ഖാന്റെ കൂടെ അതൊക്കെ ചെയ്തു. പക്ഷെ ഇറ്റ്സ് എ തിങ് ഓഫ് ഫിലിംസ്. നമ്മൾ ഒരുപാട് ചെയ്തത് ചിലപ്പോ വരില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അത് ചിലപ്പോ വരില്ല. ബട്ട് keeping all that aside, എനിക്ക് what I'm grateful for is എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി to share, to be in the same frame as. അത് മാത്രമല്ല സെറ്റിൽ ചെയ്ത് നമുക്ക് കാണാലോ അവര് സംസാരിക്കുന്നതും അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്. ഇത് അമീർ സർ ആയാലും എല്ലാവരുടെ കൂടെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ഐ വാസ് ഏബിൾ ടു ഷെയർ സ്ക്രീൻ സ്പേസ് ഓൾസോ. ഒരുപാട് സമയം ചെലവാക്കാൻ പറ്റി. കുറെ അതെ ശ്രുതി, ഓഫ് കോഴ്സ്, ലോകേഷ് സർ, എവറിത്തിങ് വാസ് എൻ എക്സ്പീരിയൻസ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇറ്റ് ഈസ് എൻ അൺഫോർച്ചുനേറ്റ് തിങ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സിനിമ. നമുക്ക് ചിലപ്പോൾ ഇത്രയും വലിയൊരു സിനിമയുടെ ഇതാവുമ്പോ നമുക്ക് ഐ ഡോണ്ട് നോ എങ്ങനെയാന്ന് പറയുന്നതെന്ന് അറിയില്ല. ആൾക്കാരെ നെഗറ്റീവ് ആയിട്ട് എടുക്കുമായിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷെ ഐ ഡോണ്ട് നോ, ഇത് വന്നിട്ടില്ല ആസ് മച്ച് ആസ് ഐ എക്സ്പെക്ടഡ്. എസ്പെഷ്യലി ബിഗിലൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഫ്രം കൂലി. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ അൺഫോർച്ചുനേറ്റ്ലി. ഐ ഡോണ്ട് ഹാവ് എനിബഡി ടു ബ്ലെയിം ഫോർ ഇറ്റ്. സിനിമയുടെ റൂട്ട് തന്നെ പല രീതിയിൽ ആയിരുന്നു. അതെ, കുറെ കാര്യങ്ങൾ ചെയ്തതും കാണിച്ചിട്ടില്ല. സോ അതെനിക്ക് ഇനി ഇപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല, കുഴപ്പമില്ല. ബട്ട് it's an experience I will definitely cherish. ഇപ്പം ഒരുപാട് ഇപ്പൊ അന്യഭാഷ സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. മലയാളം സിനിമകൾ ബാക്കിയുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇപ്പൊ ഒരുപാട് അങ്ങനെ അന്യഭാഷ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മലയാള സിനിമയെ നമുക്ക് നോക്കുമല്ലോ, ഒന്നുമല്ല മലയാള സിനിമയാണ്. അങ്ങനത്തെ ഒരു ഇതിൽ മലയാള സിനിമയിൽ എന്ത് എലമെന്റ് ആണ് 100%. നമ്മുടെ ഇപ്പോ മലയാള സിനിമ എന്ന് പറയുമ്പോ കോണ്ടന്റ് ആണ് കിങ്. ഇപ്പൊ സിനിമ കണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയുന്ന പോലെ മലയാള സിനിമയാണ് അൺഡൗട്ടഡ്ലി ഐസ് ക്ലോസ് യു കെൻ ഡു മലയാള സിനിമ എന്ന് ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഞാൻ പോകുമ്പോൾ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇന്ദ്രേട്ടൻ ഓൾസോ സെഡ് ദ കൈൻഡ് ഓഫ് റെസ്പെക്ട് ദറ്റ് യു ഗെറ്റ് ആസ് എ മലയാളം ആക്ടർ. നമ്മൾ വേറൊരു ഇൻഡസ്ട്രി പോകുമ്പോൾ അത് മലയാളി ആക്ടറാണ് എന്നാ 100% ഷീസ് ടാലന്റഡ്, നാച്ചുറൽ ആക്ടറാണ്. അങ്ങനെ ഒരുപാട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ സ്റ്റീരിയോ ടൈപ്പ്. It's not, because it's genuinely it's true. നമ്മുടെ ആക്ടേഴ്സിൽ എന്തോ ഒരു ഫ്ലെയർ ഉണ്ട്. സ്റ്റോറീസ് ആയാലും നമ്മുടെ ഐ തിങ്ക് we have the best stories to offer. നമ്മുടെ ടെക്നീഷ്യൻസ് and all are extremely strong. ആ രീതിയിൽ നോക്കിയാൽ 100% മലയാളം ഇൻഡസ്ട്രി is way ahead is what I feel. And അവർ പോലും പറയുന്നതാണ്, it's not me being part of the industry. അങ്ങനെയല്ല, കാണുന്ന ആൾക്കാർ തന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇതാണ് പോയിന്റ്സ് ആണ് ഇതൊക്കെ. സോ വെരി വെരി പ്രൗഡ്. തമിഴിലോട്ടും തെലുങ്കിലോട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പൊ സാഗറിന്റെ അടുത്ത ലോകേഷ് ചിത്രത്തിൽ ലോകേഷിന് കാണിച്ചു കൊടുത്തപ്പോ അപ്പൊ തന്നെ പറഞ്ഞു പടം. അപ്പൊ അടുത്ത് കമൽഹാസൻ ഫാൻ. ഇപ്പൊ കമൽ സാർ തന്നെ എത്രയോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടാവും. കമൽ സാറിന് പറഞ്ഞല്ലോ നമ്മളെ കുറിച്ചില്ലേ, ആണ് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ പ്രൊജക്റ്റില് കിട്ടുന്നത്. ഒറ്റ ആ സിനിമ കൊണ്ട് എല്ലാ ലാംഗ്വേജിലും അറിയപ്പെടാൻ പ്രശ്നമാണ്. എല്ലാം കൂടി കിട്ടിയ ആ സിനിമയ്ക്ക് എല്ലാ ടെക്നിക്കൽ സൈഡും ഭയങ്കര സ്ട്രോങ് ആണ്. ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും നമുക്ക് എപ്പോഴേലൊക്കെ ഒരു വർഷത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ കുറെ ടൈം എടുക്കായിരിക്കും.
അങ്ങനെ അത് സംഭവിച്ചു. അതിന്റെ റിസൾട്ട് കിട്ടി, ഒത്തിരി സന്തോഷം. ബിഗ് ബോസ് ആണ് ഒരു ബ്രേക്ക് ത്രൂ. അതെ ഞാൻ അവിടെ നിന്ന് പോകുമ്പോ എല്ലാരും ബ്രേക്ക് ആയി പോകുന്നാണ് വിചാരിച്ചത്. പക്ഷെ സിനിമകൾ ചെയ്ത് പിന്നെ എനിക്ക് സിനിമകൾ വരുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകണം, സർവൈവ് ചെയ്യണം. പിന്നെ അപ്പൊ ഞാൻ കുരുതി കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ നല്ല സിനിമകളൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അന്ന് എന്റെ അമ്മ ഭയങ്കര ഫാനായിരുന്നു ആ ഷോയുടെ. അപ്പൊ എന്റെ ഒരേ സമയം എന്റെ തട്ടിമുട്ടി എന്ന് പറഞ്ഞ ഷോ മഴയിൽ മലയാളം നടക്കുമ്പോ അമ്മ ഏഷ്യാനെറ്റിലെ ഈ ഷോയാണ് കാണാം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ദിവസം ആ ഷോയിൽ വരും. പക്ഷെ അമ്മ പിന്നെ ഒക്കെ പോയി, അമ്മ പറഞ്ഞപ്പെട്ട്. പക്ഷെ അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അതിൽ പോകണമെന്ന്. പിന്നെ അപ്പോഴത്തെ സിറ്റുവേഷൻ ആ ഷോ ഭയങ്കര ആവശ്യമായിരുന്നു എനിക്ക്. പക്ഷെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇത്രയും നല്ലൊരു ബ്രേക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം സിനിമകൾ ചെയ്തിട്ട് പിന്നെ സിനിമകൾ വരാണ്ട് പിന്നെ ആ ഷോയിൽ പോയിട്ട് നല്ലൊരു സിനിമ വരിക എന്ന് പറയുന്നത് അവരുടെ അമ്മയുടെയും എല്ലാം കൂടെ ഒരു ബ്ലെസ്സിങ് ആണ്. അത് സംഭവിച്ചു, ഭയങ്കര സന്തോഷം. ഞാൻ അടുത്തത് ധീരമാണ്. ധീരത്തിനും ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. അതുപോലെ അന്ന് ധീര മാത്രമല്ല, ഒരു പുളി ഡയറക്ടർ കൂടിയും ഒരു ലോഞ്ചാണ്. ഒത്തിരി ഒത്തിരി സിനിമകളിൽ എടുക്കുന്നുള്ളൂ. അല്ല അങ്ങനെ തന്നെയാണ്. ഇനി ഒരുപാട് സിനിമകൾ തീർച്ചയായും അതല്ല നമ്മളെ ആഗ്രഹം. നമ്മളൊരു പ്രൊഫഷനൊക്കെ ഞാൻ ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷനിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ഞാൻ അത് വിട്ട് നമ്മൾ ഈ പാഷൻ കൊണ്ട് വന്നതാണ്. അപ്പൊ എനിക്ക് സിനിമ ചെയ്യാനുള്ള ഇതെന്ന് വെച്ചാൽ എന്റെ കുട്ടിക്കാലാണ്. എന്റെ കുട്ടിക്കാലത്ത് അതിന് ഏറ്റവും വലിയ താങ്ക്സ് ഞാൻ പറയുന്നത് ലാലേട്ടനോടാണ്. കാരണം ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനായിരുന്നു. അപ്പൊ അത് വെറുതെ പറഞ്ഞല്ല, ഭയങ്കര എന്ന് വെച്ചാൽ മോഹൻലാൽ ഇപ്പൊ ഉദാഹരണം മറ്റേ സിനിമ നമ്മുടെ ധനം അല്ലെങ്കിൽ മറ്റേ പേര് പറഞ്ഞു മോഹൻലാൽ ലാസ്റ്റ് മരിക്കും, ആ സിനിമകളൊന്നും എന്നെ കാണിക്കത്തില്ല. ക്ലൈമാക്സ് ആകുമ്പോൾ അമ്മ എന്നെ എടുത്തിട്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്നു ഉരുളും. അതായത് കരയും. മോഹൻലാൽ മരിക്കാൻ പാടില്ല. സീരിയസ്ലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കണ്ണൂരിലെ അന്ന് എനിക്കൊന്ന് കവിതാ തിയേറ്ററാന്ന് തോന്നുന്നു. ആ തിയേറ്ററിൽ അഹം എന്ന് പറയുന്ന സിനിമ, പിന്നെ അന്ന് ഭയങ്കര ഹിറ്റായി നടക്കുന്ന ആകാശദൂത്, ഈ 2 സിനിമയായിരുന്നു അവിടെ ഒരുമിച്ച് ഇറങ്ങിയത്. അപ്പം നന്ദിനിയൊപ്പോഴും ആകാശദൂത് അങ്ങനെ ഏതോ ഒരു സിനിമ. അപ്പം എല്ലാരും ഈ സിനിമക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിന്ന് ഞാനൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു ചെറുപ്പത്തിൽ ജനിച്ചത്. അപ്പൊ ഞാൻ ഒരൊറ്റ ഒരാള് കാരണം വാശി പിടിച്ച് 1 സീനാക്കിട്ട് എന്റെ അച്ഛനും ഞാനും മാത്രം അഹം കണ്ടു. ബാക്കി എന്റെ ഫാമിലി അതാണ് അങ്ങനെ ഒരു അപ്പൊ ഈ എന്റെ അച്ഛൻ അനിയൻ പുറത്തായിരുന്നു. അപ്പൊ അവര് ദുബായിൽ നിന്ന് കാസ്റ്റ് ഉണ്ട്. അപ്പൊ ഹിറ്റ്സ് ഓഫ് മോഹൻലാൽ 91, 92, അങ്ങനെയുള്ള വന്ദനത്തിലെ സോങ്സ് ഇതിങ്ങനെ കണ്ട് സിനിമേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് ഡയറക്ടറൊന്നുമല്ല, സിനിമയിലെത്തണം, അതായിരുന്നു ഒരു ഇത്. പക്ഷെ പിന്നെ എപ്പോഴോ എനിക്കൊരു പ്രണയം ഉണ്ടാവുകയും അത് എന്റെ ഡൈവേഴ്ഷനിലേക്ക് പോയി. തിരിച്ച് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ തിരിച്ചു ഞാൻ കല്യാണമൊക്കെ കഴിച്ചു. അങ്ങനെ എന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചു വേറെയല്ലേ? അതെ, സ്വാഭാവികം. പ്രണയം പിന്നെ കല്യാണമൊക്കെ കഴിച്ചു. ആ പ്രണയം എനിക്കൊരു ഭയങ്കര എനിക്ക് അവരുടെ പഠനമായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡാമേജ് ആണ്. അപ്പൊ ഞാനൊരു +1 അങ്ങനെ ആ സമയത്തായിരുന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നു. നമ്മൾ കല്യാണം തീരുമാനം ചെയ്ത് ബ്രേക്കപ്പ് ആയി. അപ്പൊ അതാണ് ഞാൻ 1 വർഷത്തോളം ഒന്നും ചെയ്തിട്ടില്ല. ഐ ഡിഡ് ഡു എനിത്തിങ്. ഐ വാസ് കംപ്ലീറ്റ്ലി ഡിപ്രഷൻ. പക്ഷെ അത് എനിക്ക് ഭയങ്കര ലൈഫിൽ ഒരു ഇതാണ്. കാരണം അതൊന്നും ഞാൻ പുറത്തു വന്നു ലൈഫിലൊന്നും വിഷയമല്ല. സോ അതെന്നെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ ഷോർട്ട് ഫിലിംസ് വഴി തന്നെയാണ്. അതെ, ഞാൻ ഷോർട്ട് ഫിലിംസ് തന്നെയാണ്. ഞാൻ എന്റെ ക്യാമറ ബാക്കിൽ വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻഡാ. ഷോർട്ട് ഫിലിംസ് എടുക്കുമ്പോൾ നമ്മളൊരു സിനിമാറ്റിക് ആയിട്ടാണ് നമ്മൾ എടുക്കാറ്, അതിനെ ട്രീറ്റ് ചെയ്യാറ്. അങ്ങനെ ഒരു ടീം അന്ന് മുതലേ ഉണ്ടാക്കി. ഇപ്പൊ പുതിയതായിട്ട് സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് ഇപ്പൊ ഇതുവഴി അവർ അങ്ങനെ ഒരാൾ കാണുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് ഒന്നിക്കൽ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാം, അവിടെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെ കയറാം, കോണ്ടാക്ട്സ് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഒരു വളരെ ക്ലാരിറ്റി ഓഫ് തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരാളുടെ അസിസ്റ്റന്റ് ആവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്റ്റക്ക് ആവും, കാശ് കിട്ടും. അപ്പൊ നമ്മള് പിന്നെ നമുക്ക് അടുത്ത മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിലേക്ക് പോകും. അപ്പൊ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എനിക്ക്. കാരണം ഇതാണ് ഫോക്കസ്ഡ് ആയിരിക്കണം, സിനിമ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സാധാരണ കണ്ണൂർക്കാരനാണ്. അപ്പൊ എനിക്ക് കണ്ണൂരിൽ നിന്ന് ഒരു സിനിമ ഒരു ഇതുമില്ല. ഷോർട്ട് ഫിലിം നമ്മുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ആണ്. പിന്നെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡാണ്. കാരണം ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. അതായത് പല പ്രൊഡ്യൂസേഴ്സും ഓക്കെ പറഞ്ഞ് ലാസ്റ്റ് മൊമെന്റ് സിനിമ സ്കിപ്പായി പോയിട്ടുണ്ട്. നാളെ തുടങ്ങുന്നിട്ട് ഇന്ന് നമുക്ക് സിനിമ പോയിട്ടുണ്ട്. കുറെ ആൾക്കാർ നമ്മളെ വെളുപ്പിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്. കുറെ ഫ്രോഡുകളായ പ്രൊഡ്യൂസർമാർ
കാരണം നമുക്ക് അല്ല ഇത് റിയാലിറ്റി ആണ്. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്ത് നമ്മൾ അവരെ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ അതിൽ സപ്പോർട്ട് ചെയ്ത എന്റെ അമ്മ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, എന്റെ ഫാമിലി, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ, എന്റെ ബ്രദേഴ്സ്, ഇവരോട് ഞാനിപ്പം ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതാണ്. പിന്നെ ധാരാട്ടം ഇപ്പൊ ജോജു ജോർജ് മൂപ്പര് വിളിക്കുമ്പോ പടത്തിലേക്ക് വിളിക്കുമ്പോൾ മൂപ്പര് ഒരുപാട് ഇതേപോലെ കഷ്ടപ്പെട്ട് 25 കൊല്ലം സിനിമയിൽ ഇഷ്ടപ്പെട്ട് വന്നു. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ മൂപ്പര് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയ ആൾക്കാരായിരിക്കും ഞാനും ജൂനിയേഴ്സും. കാരണം ആള് ഇന്റർവ്യൂല് പറയുന്നല്ലാത്ത എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് 2 വർഷത്തോളം പഠിക്കാൻ പറ്റി. കാരണം ഞങ്ങൾക്ക് പടത്തിന്റെ വർക്ക്ഷോപ്പിന് ഒരു 3 മാസത്തോളം ഉണ്ടായിരുന്നു. വേറെ സാറിന് വെച്ച് നിജിലുണ്ടായിരുന്നു സാറിന്റെ പേര്. അല്ലാണ്ട് ജോയിച്ചേട്ടൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഡെയിലി നമ്മളെ ജോയിച്ചേട്ടൻ വണ്ടി എടുത്ത് തന്നെ ജൂനിയേഴ്സിനെ കൊണ്ട് തൃശ്ശൂര് പോയിട്ട് വടക്കുന്നാഥിന്റെ അവിടെയൊക്കെ ഇരുത്തി ഓരോ ഡയലോഗ് എങ്ങനെ പറയണം, ആളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ, അത് നമുക്ക് എല്ലാ പടത്തിനും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത്രയും സമയം ഒരു ക്യാരക്ടറിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അത്രയും ഒരു സ്പേസും അത്രയും വലിയ നോളജും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഒറ്റ വാക്കിൽ തീരുമില്ല. അത്ര ഇപ്പൊ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണൽ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മളൊരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിന് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തില്ല, നമ്മൾ മാനറിസത്തിലാണെങ്കിലും ലുക്കിലാണെങ്കിലും, അല്ലെങ്കിൽ ലുക്കിൽ പിന്നെ ഡയറക്ടർ പറയുന്നതായിരിക്കും ലുക്കും കാര്യങ്ങളും പരിപാടിക്കും. പക്ഷെ നമ്മൾ സ്വന്തം ആ ക്യാരക്ടറിന് ഒരു ലെവൽ പിടിക്കുമല്ലോ നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടി. അത് എങ്ങനെയാണ് ആ പ്രോസസ്സ്? അത് ഓരോ സിനിമകൾക്കും ഓരോ തരത്തിലായിരിക്കാം. പക്ഷെ ജോയിച്ചേട്ടൻ എൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് എന്താണ് ഗ്രാഫ് വേണ്ടത്, ഓരോ ഡയലോഗ് എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് മുടി എങ്ങനെയാണ്, അത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. പക്ഷെ ജോയിച്ചേട്ടന് പ്രോപ്പർ ആയിരുന്നു. എൻ്റെ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കാൻ, ഒരു ഡയലോഗ് പോലും എക്സ്ട്രാ പോലും ഒന്നും പറയാൻ പറ്റില്ല. അത് ഓരോ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട, ഈ പടത്തിൽ വേണ്ട, നീ നിന്റെ അടുത്ത സിനിമയിൽ പോയി ചെയ്തോ, എന്റെ പിന്നെ ഓപ്പൺ ആയിട്ട് പറയും. ഭയങ്കര ഗൂസ് ബംസ് വന്ന സീനായിരുന്നു. മറ്റേ തോക്ക് വെച്ചിട്ട് അക്ഷരത്തിൽ ആ കിട്ടില്ല സാധനമായിരുന്നു പരിപാടി. പിന്നെ ഇനിയിപ്പോ ഇതിൽ ഒരുപാട് ഇപ്പൊ നമ്മുടെ സെറ്റിൽ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ സെറ്റ് എങ്ങനെയാണ്, നമ്മൾ സെറ്റ് എത്രത്തോളം എനർജറ്റിക് ആണോ അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാനും പരിപാടിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഈ ഡയലോഗ് പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിതിൻ ഏട്ടൻ എങ്ങനെയായിരുന്നു? ഫ്രീ ആയിട്ട് നമ്മൾ അതിനനുസരിച്ച് സംഭവിക്കുക? ഭയങ്കര ചില്ലായിരുന്നു. ലൈക്ക് സീരിയസ്ലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഡെബ്യൂ ഡയറക്ടറുടെ ഫീലേ കിട്ടില്ല. അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഡെബ്യൂ ഡയറക്ടർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സീരിയസ്ലി അത്രയും എക്സ്പീരിയൻസ്, അത്രയും ഷുവർ ആയിരുന്നു. ഓരോ സീൻ എടുക്കുമ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണ് ടോൺ ഓഫ് ദ വേ ഓഫ് സേയിങ് ദ ഡയലോഗ്, ടോൺ, എല്ലാം എവറി ഡീറ്റെയിൽ ഹി വാസ് വെരി വെരി ഷുവർ. സോ ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഡയറക്ടറിൽ നിന്ന് തന്നെ കിട്ടുമ്പോൾ it becomes a lot more easier as an artist to perform. പിന്നെ also give you the space to perform. നമ്മുടെ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ലെവലും നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട് ജിതിൻ. എനിക്കാണെങ്കിൽ മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. സോ ഒരുപാട് ഞാനിപ്പോൾ ജേർണലിസ്റ്റ് പ്ലേ ചെയ്യുന്ന കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് ഡയലോഗ്സ് ഒക്കെ പറയാം. പക്ഷെ തൻവിൻ, നമ്മുടെ AD ആയാലും ജിതിൻ, രണ്ടുപേരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര നല്ല അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഇന്റൻസ് ആണ്, പക്ഷെ ഇമ്മീഡിയറ്റ്ലി കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു വൈബാണ്. അതും കൂടി അത് പറയണം. ഡെഫിനറ്റ്ലി ദ amount of fun we've had. നമ്മൾ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞാലും കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വേറെ ഒരു വൈബാണ്. നമ്മൾ ആക്ച്വലി ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് വാഗമണിലാണ്. വാഗമണില് ക്ലൈമാക്സ് മെയിൻ ഭയങ്കര സീനാണ്. ആ സീനില് നമ്മൾ ആ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പം ശരിക്കും ഭയങ്കര ഇമോഷണൽ പരിപാടി സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഫുള്ള് ചാളി വിറ്റൊക്കെ അടിച്ച് അങ്ങോട്ടും കൗണ്ടർ അടിച്ച്, പക്ഷെ അടുത്ത മൊമെന്റ് നമ്മള് പക്ഷെ അത് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ഇതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഈ പടം എനിക്കിത് പറഞ്ഞത്, ഞാൻ ഇന്ദ്രജിത്തിന് ഡെയിലി രാവിലെ ആസ് എ ഡയറക്ടർ, ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ടോ ചെയ്യുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ രാവിലെ പുള്ളിക്ക് ഒരു മെസ്സേജ് അയക്കും, ചേട്ടാ മോർണിംഗ് ഇന്ന് കത്തിക്കണ്ടേ, ഭയങ്കര എൻകറേജിങ് ആണ് ജിതിൻ. ഭയങ്കര ഫണ്ണിയാണ് ആ രീതിയിൽ, ഭയങ്കര എൻകറേജിങ്, മോട്ടിവേറ്റിംഗ്. ഇന്ന് നമുക്ക് പൊളിക്കണ്ട റവ, ഇന്ന് നമ്മള് കത്തിക്കണം, കത്തിക്ക് ചുമ്മാ. അപ്പം നമുക്കൊരു എനർജി ഉണ്ട്. എനിക്കറിയാം നമുക്ക് ആ എനർജി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ബേസിക്കലി നമ്മൾ വെറുതെ നമ്മളിപ്പോ എന്തിനാ നമ്മള് കാര്യം ചെയ്താൽ പോരെ, നമ്മൾ മസിൽ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പണിയെടുക്കുന്ന സമയത്ത് പണിയെടുത്താൽ പോരെ. അപ്പൊ പ്രേക്ഷകരോട് എന്താണ്
ഇപ്പൊ എന്നാണ് റിലീസ് ഡേറ്റും കാര്യങ്ങളും? December 5th നമ്മുടെ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഈ സിനിമ പോയി കാണണം. ബിക്കോസ് എന്നെ പോലത്തെ ഇതിൽ പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഈ സിനിമയിൽ ഈ നമ്മൾ അറിയുന്ന കാസ്റ്റ് അല്ലാണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അവർ ഓഡിഷനിലൂടെ സെലക്ട് ചെയ്ത്, അപ്പം അവരുടെ നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒരിക്കലും ധീരം നിങ്ങളെ എന്താ പറയാ നിരാശപ്പെടുത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻഗേജ് ചെയ്ത് ഈ സിനിമ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. Please support.